മോളെ അനു, അമ്മേ എണീക്കമ്മേ, ഗുളിക കുടിക്ക്. അമ്മേനക്ക് വിശക്കുന്ന അമ്മ ഏതെങ്കിലും തിന്നാന്താ. മോളെ കുറച്ച് അരി എടുത്തിട്ട് നീ അവന് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കുക. പാവത്തിന് വിശക്കുന്നുണ്ടാവും. അമ്മേ അരിയെല്ലാം തീർന്നു, ബക്കറ്റിൽ ഇപ്പൊ ഒന്നുമില്ല. ഇന്നലെ ഒരു നേരം വെക്കേണ്ട അരിയേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ മോള് അപ്പുറത്തെ വനജേച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 200 രൂപ കടം ചോദിക്കുക. അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അവര് തരുവോ അമ്മേ? അറിയില്ല മോളെ, നീ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാമേ. അല്ല ആരിത്? രാജേഷാ, കേറി വാ മോനെ. മോൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നീ സാധനം കൊണ്ട് വരുന്നു. ഓനവിടെ സുഖം തന്നെയല്ലേ? ആ സുഖാമേ. അവൻ 2 മാസം കഴിഞ്ഞിട്ട് ലീവിന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. മോനെ നിനക്ക് കുറേ ലീവ് ഉണ്ടാ? ഇല്ലപ്പാ, 2 മാസത്തെ ലീവേ ഉള്ളൂ. അടുത്ത മാസം 20 പോണം. ആന്റി, എന്താ മോളെ? ആന്റി ഒരു 200 രൂപ കടം തരാൻ പറഞ്ഞിന് അമ്മ. അമ്മക്ക് തീരെ സുഖമില്ല, 2 ആഴ്ചയായി പണിക്ക് പോയിട്ട്. അയ്യോ ഇല്ലല്ലോ മോളെ, എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. വീട്ടിൽ അങ്കിളാണെങ്കിൽ ഇവിടെ ഇല്ല, പുറത്തേക്ക് എവിടെയോ പോയിട്ടുണ്ട്. അമ്മ കടപ്പിലാന്ന് ആന്റി. വീട്ടിലെ അരിയും സാധനങ്ങളെല്ലാം തീർന്നു പോയി, അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻറ്റി കുഴപ്പമില്ല, ക്യാഷ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. വേണ്ട മോനെ, നീ കൊടുക്കൊന്നും വേണ്ട. ഇതിവരെ സ്ഥിരം പരിപാടിയാണ്. നീ പോയേ. അങ്ങനെ പറയല്ല ആന്റി, ആശൂട്ടനവിടെ വിശന്നിരിക്കുവായിരുന്നു, ഒന്നും വീട്ടിൽ തിന്നാനില്ല. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മോളെ, ഇവിടെ പൈസയൊന്നുമില്ല. നീ നിന്റെ അമ്മയോട് പോയിട്ട് പറ ഇവിടെ ഒന്നുമില്ലാന്ന്. അടുത്ത വീട്ടിലെ താമസക്കാരാന്ന്, ഞാൻ അടുപ്പിക്കലേ ഇല്ല, മഹാപെശകാന്ന്. മോൻ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇല്ലമ്മേ, ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് 1-2 സ്ഥലത്ത് കൂടി പോകാനുണ്ട്. എന്നാ പിന്നെ ശരി എന്നാലേ, പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. കിട്ടീന മോളെ? ഇല്ല അമ്മേ, ആന്റി തന്നിട്ടില്ല. ആന്റി എന്നെ കൊറേ ചീത്ത പറഞ്ഞു. ഇനി എന്നാ ചെയ്യുക? അമ്മ എനിക്ക് വിശക്കുന്ന അമ്മ എന്തെങ്കിലും കൊണ്ടാ. ഇവിടെ ആരുമില്ലേ? ആരാ? ഇതേ 1000 രൂപയുണ്ട്, അപ്പുറത്തെ വഞ്ചേച്ചി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഞാൻ 200 ആയിരുന്നില്ലേ പറഞ്ഞേ? ഇത് 1000 ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, 1000 വെച്ചോ. വഞ്ചേച്ചി 1000 തന്നെ. നിങ്ങൾ ആരാ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടേണ്ട വികാരം പ്രണയമല്ല, വിശപ്പാണ്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ അവൻ്റെ ദൈവത്തെ കാണുന്നത് നിന്നിലൂടെയായിരിക്കും.